വാർത്തയിലേക്ക്. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൽ മൃതദേഹങ്ങൾ സംസ്കരിച്ചതിന്റെ ചെലവ് കണക്കുകൾ സർക്കാർ ഹാജരാക്കണമെന്ന് ഹൈക്കോടതി. സംസ്കരിക്കാൻ ഭൂമി ഏറ്റെടുത്തതിന് ചെലവായ തുകയും അറിയിക്കണം. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചാണ് സംസ്ഥാന സർക്കാരിന് നിർദ്ദേശം നൽകിയത്. കേരളത്തിന് ദുരിതാശ്വാസ സഹായം നൽകുന്നതിൽ കേന്ദ്രം നിലപാട് അറിയിക്കണമെന്നും കോടതി ആവശ്യപ്പെട്ടു. ശ്രീകാന്ത് വിശദാംശങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. ശ്രീകാന്ത്, എന്തൊക്കെ കാര്യങ്ങളാണ് കോടതി ഇക്കാര്യത്തിൽ ചൂണ്ടിക്കാട്ടിയത്? നേരത്തെ ഈ സർക്കാർ കൊടുത്ത സത്യവാങ്മൂലം വലിയ ചർച്ചയായിരുന്നു. അതിലെ ചെലവ് കണക്കാക്കിയതിന്റെ മാനദണ്ഡങ്ങളാണോ ഇപ്പോൾ ഹൈക്കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്? വിജയകുമാർ, അത് തന്നെയാണ്. നേരത്തെ മാധ്യമങ്ങൾ ഈ വാർത്ത ചർച്ച ചെയ്തതുമായി ബന്ധപ്പെട്ടാണ് സർക്കാർ ഇന്നൊരു ആക്ഷേപം കോടതിയിൽ ഉന്നയിച്ചു. എസ്റ്റിമേറ്റ് തുക അത് ചെലവാക്കിയ തുക എന്ന രീതിയിൽ പെരുപ്പിച്ച് കാണിച്ചു എന്നാണ് അവർ ആക്ഷേപം ഉന്നയിച്ചത്. പക്ഷേ കോടതി ആവശ്യപ്പെട്ട ഒരു കാര്യം, ഈ എസ്റ്റിമേറ്റ് തുക കണക്കാക്കുമ്പോൾ എങ്ങനെ തുക വകയിരുത്തി എന്നത് കൃത്യമായി വേണ്ടതാണ്, അത് വ്യക്തമാക്കണം എന്നുള്ളതാണ് ഇപ്പോൾ സർക്കാരിനോട് കോടതി ആവശ്യപ്പെട്ടത്. മൃതദേഹം സംസ്കരിക്കുന്നതിന് 75,000 രൂപ എസ്റ്റിമേറ്റ് തുക സർക്കാർ കാണിച്ചിരുന്നു. അതിനും കോടതിയുടെ ഭാഗത്തുനിന്നും വ്യക്തത വരുത്താൻ നിർദ്ദേശം വന്നിട്ടുണ്ട്. മൃതദേഹം സംസ്കരിച്ചതിന്റെ ചെലവ് സർക്കാർ ഹാജരാക്കണം. മൃതദേഹം സംസ്കരിക്കാൻ ഭൂമി ഏറ്റെടുത്തതിന് ചെലവായ തുകയും അറിയിക്കണം എന്നാണ് ഇപ്പോൾ സർക്കാരിനോട് കോടതി ആവശ്യപ്പെട്ടത്. അതായത് കോടതിക്കും ഇക്കാര്യത്തിൽ ചില അവ്യക്തതകൾ നിലനിൽക്കുന്നു എന്ന് വേണം മനസ്സിലാക്കേണ്ടത്. അത് സർക്കാർ അടുത്ത തവണ കേസ് പരിഗണിക്കുമ്പോൾ മനസ്സിലാക്കി കൊടുത്തേ തീരൂ. ഇനി രണ്ടാമത് അമിക്കസ് ക്യൂറി പറഞ്ഞ ഒരു കാര്യം, കേന്ദ്രത്തിൽ നിന്നും ഫണ്ട് കൃത്യമായി കിട്ടിയില്ല എന്നുള്ളതാണ്. അതിൽ ഇടപെടണം എന്നൊരാവശ്യം മുന്നോട്ട് വെച്ചു. ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെ നിലപാട് കോടതി തേടിയിട്ടുണ്ട്. 3 ആഴ്ചയ്ക്കുള്ളിൽ മറുപടി നൽകാനാണ് നിർദ്ദേശം നൽകിയത്. യെസ്, ശ്രീകാന്താണ് വിശദാംശങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്.